ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. പഴമ്പാലക്കോട് LP സ്കൂളിന്റെ 98ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. നോപുരം 2K25 എന്ന പേരിൽ നടന്ന പരിപാടി തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. രമണി ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ പ്രതീഷ് മാസ്റ്റർ, ഗീത ടീച്ചർ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. സ്കൂൾ മാനേജർ EP വർഗീസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തുള്ളൽ കലാകാരനായ തുഞ്ചൻ സ്മാരകം രാജേഷ് ലക്കിടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. HM V. ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ്, PTA പ്രസിഡന്റ് രാജു വെട്ടുകാടൻ, മദർ PTA പ്രസിഡന്റ് റജീന, അധ്യാപകരായ ഗീത, സ്മിത, സ്റ്റാഫ് സെക്രട്ടറി K. ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും കരാട്ടെ മാസ്റ്റർ സൈമൺ കുരിശിങ്കൽ പരിശീലിപ്പിച്ച കുട്ടികളുടെ കരാട്ടെ അവതരണവും നടന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അപ്പൊ ആ കുടുംബത്തിലെ കുട്ടിക്ക് നല്ലൊരു പ്രാധാന്യം ഉണ്ടാവണം. അവർക്ക് വേണ്ട സ്നേഹം നല്ലപോലെ വീട്ടിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് കിട്ടണം. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മൾ മക്കളെ ചേർക്കുമ്പോൾ, നമ്മൾ സാധാരണ പ്രൈവറ്റ് സ്കൂളുകളിൽ വിടുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ നമ്മളെ കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് തല്ലിയിരുത്തി പഠിപ്പിക്കാന്ന് പറയും. നേരെ മറിച്ച് നമ്മളിങ്ങനെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ വിടുമ്പോൾ ബിന്ദു ടീച്ചർ എടുത്തോട്ടെ, അല്ലെ മറ്റേ ടീച്ചർ എടുത്തോട്ടെ, അല്ലെ മുഹസിൻ മാഷ് എടുത്തോട്ടെ, കുട്ടികളെ എഴുതി തള്ളി വിടുന്ന ഒരു രീതി പലപ്പോഴും കാണുന്നുണ്ട്. ദിവസം മിനിമം അരമണിക്കൂറെങ്കിലും, അവിടെ ഇരിക്കുന്ന എന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെയാണ് പറയണട്ടോ, ദിവസം അരമണിക്കൂറെങ്കിലും മക്കളെ വൃത്തിയായിട്ട് ഇരുത്തി പഠിപ്പിക്കാൻ എല്ലാ പാരന്റ്സും തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാണെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം, വളരെയധികം ലഹരിയുടെ പിടിയിൽ ആയിരിക്കുന്ന യുവജനങ്ങൾ മാത്രമല്ല കുട്ടികൾ വരെ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. മാത്രമല്ല കുട്ടികളോട് കാര്യം പറഞ്ഞാൽ ഉപദേശം കേൾപ്പാൻ ആർക്കും താല്പര്യമില്ലാത്ത ഒരു നിലവാരത്തിലാണ് നാം. ആരോട് ഉപദേശം പറഞ്ഞു പോലും ആർക്കും അത് താല്പര്യമില്ല, കേൾപ്പാൻ താല്പര്യമില്ല. എനിക്കിന്ന് കാലം കുട്ടികളോട് കാര്യം പറയാനുള്ളത്, ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഏറ്റവും നല്ല സ്നേഹിതൻ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കണം. മറ്റു കൂട്ടുകാരുണ്ടായിക്കോട്ടെ, അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും നല്ല കൂട്ടുകാരൻ നിങ്ങളുടെ മകളാണെങ്കിൽ അമ്മയായിരിക്കണം, മകനാണെങ്കിൽ അച്ഛനായിരിക്കണം. എന്ത് കാര്യം പറയുവാനും എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ പപ്പയുണ്ട്, എൻ്റെ വാപ്പയുണ്ട്, ഉമ്മയുണ്ടെന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കേണ്ടതാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലാമല.